നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തം ദുരിതബാധിതർക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ടറേറ്റിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. ദില്ലിയിലെ IMS കോച്ചിംഗ് സെന്ററിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി മന്ത്രി അതിഷി. ചരിത്ര നേട്ടം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഒരേ ഒളിമ്പിക്സിൽ ഇരട്ട മെഡലുമായി മനു ഭാക്കർ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ തിരുവനന്തപുരം കളക്ടറേറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കളക്ഷൻ സെന്റർ തുറന്നു. ദുരിതബാധിതർക്ക് സഹായമായി സാധനങ്ങൾ ഇതിനോടകം വാങ്ങിയവർ കളക്ഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്തിക്കാവുന്നതാണ്. പഴയ വസ്തുക്കൾ സ്വീകരിക്കില്ല. പുതിയതായി സാധനങ്ങൾ ആരും തന്നെ വാങ്ങേണ്ടതില്ല. ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കും. നിലവിൽ പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുന്നതിൽ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടതാണ്. ദില്ലിയിലെ IAS കോച്ചിംഗ് സെന്ററിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി മന്ത്രി അതിഷി. കോച്ചിംഗ് സെന്ററുകളിലെല്ലാം അനധികൃത കയറ്റം നടത്തിയെന്നാണ് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ബേസ്മെന്റിൽ കോച്ചിംഗ് സെന്ററുകൾ നടത്തുന്ന രീതിയും ലൈബ്രറികൾ സ്ഥാപിച്ചതും 100% നിയമവിരുദ്ധമായി. ഇനി കായിക വാർത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒറ്റ ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി മനു ഭാക്കർ. ഒളിമ്പിക്സിൽ മനു ഭാക്കർ ഇരട്ട മെഡലുകളാണ് ഇത്തവണ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഇന്ത്യക്കായി വെങ്കലം നേടിയതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന റെക്കോർഡും മനു ഭാക്കറിനായിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.